സമാധാനം അതോ സർവനാശമാണോ? ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് പശ്ചിമേഷ്യയിലേക്കാണ്. അവിടെ ഒരു വശത്ത് അമേരിക്കയുടെ പടക്കപ്പലുകൾ, മറുവശത്ത് ഇറാന്റെ ചാവേർ ഡ്രോണുകൾ, നടുവിൽ കത്തിയിരുന്ന ഇസ്രയേൽ. അപ്പോൾ ഈ മഹാവിപത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ലോകത്തോട് ഒരു രാജ്യം വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ സമാധാന ദൂതന്മാരാണ്, ഞങ്ങൾ യുദ്ധം നിർത്താൻ വന്നവരാണ്. ആരാണ് ആ രാജ്യം? പാകിസ്ഥാൻ. എന്നാൽ ഈ വാക്കുകൾ വിശ്വസിക്കുന്ന ലോകത്തിന് മുന്നിലേക്ക് ഇപ്പോൾ ഞെട്ടിക്കുന്ന ചില രഹസ്യ വിവരങ്ങളൊക്കെ, രഹസ്യരേഖകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സമാധാനത്തിന് വെള്ളരിപ്രാവായി ചമയുന്ന പാകിസ്ഥാൻ ഇതേ സമയം തന്നെ രഹസ്യമായി 8000-ലധികം സൈനികരെയും മാരകമായി യുദ്ധവിമാനങ്ങളെയും എന്തിനാണ് മറ്റൊരു രാജ്യത്തേക്ക് അയച്ചത്? ഇറാനെതിരെ ഒരു മഹാസഖ്യം രൂപപ്പെടുകയാണോ? സമാധാന ചർച്ചകൾ നടത്താൻ ഇറാന്റെ പ്രതിനിധികളെ ചായ കുടിക്കാൻ ക്ഷണിച്ച അതേ ഇസ്ലാമാബാദ് ഇറാന്റെ ശത്രുക്കൾക്ക് ആണവായുധങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? പാകിസ്ഥാൻ കളിക്കുന്നത് ഇരട്ടത്താപ്പാണോ അതോ പശ്ചിമേഷ്യയെ മൊത്തമായി വിഴുങ്ങാൻ പോകുന്ന ഒരു ചതിക്കുഴിയാണോ? ഇന്ന് നമ്മൾ വെളിപ്പെടുത്താൻ പോകുന്നത് പാകിസ്ഥാന്റെ ഡബിൾ ഗെയിമാണ്. രണ്ട് തോണിയിലും കാലിട്ട് നിൽക്കുന്ന, യാതൊരു നിലവാരവും ഇല്ലാത്ത പാകിസ്ഥാൻ. അപ്പോ എങ്ങനെയാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നമ്മളെ പാകിസ്ഥാൻ നയിക്കുന്നത് എന്ന് നമുക്ക് മുഴുവനായും മനസ്സിലാക്കാം. കഥ തുടങ്ങുന്നത് 2026 ഫെബ്രുവരിയിലാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നേരിട്ടുള്ള യുദ്ധം ആരംഭിച്ചപ്പോൾ ലോകം മുഴുവൻ ഭയന്നു. എണ്ണവില കുതിച്ചുയർന്നു, വിപണികൾ തകർന്നു. അപ്പൊ ഈ ഘട്ടത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും രംഗത്തെത്തുന്നത്. അവർ അമേരിക്കയിലും അതുപോലെ തന്നെ ഇറാനിലും ഒരുപോലെ സ്വാധീനമുള്ള മധ്യസ്ഥരായി സ്വയം പ്രഖ്യാപിച്ചു. ഏപ്രിൽ 11-12 തീയതികളിലൊക്കെ പാകിസ്ഥാനിൽ നടന്ന ആ രഹസ്യ കൂടിക്കാഴ്ച ആരും മറന്നിട്ടുണ്ടാകില്ല. ഒരു വശത്ത് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ, മറുഭാഗത്ത് ഇറാന്റെ മുതിർന്ന നയതന്ത്രജ്ഞർ. പാകിസ്ഥാൻ അവർക്കിടയിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുമായി വെള്ളക്കൊടിയും വീശി സമാധാനത്തിന്റെ ഒരു പാലമായിട്ട് നിന്നു. ഞങ്ങൾ മുസ്ലിം സഹോദരങ്ങളെയും ലോക സമാധാനത്തെയും സ്നേഹിക്കുന്നു എന്നായിരുന്നു പാക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന. വലിയ ഡയലോഗുകളൊക്കെയായിരുന്നു അവർ അവിടെ അടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ കറാച്ചി തുറമുഖത്തും വ്യോമതാവളങ്ങളിലും അതീവ രഹസ്യമായ ചില നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. സമാധാനത്തിന്റെ പാലം പണിയുകയായിരുന്നില്ല പാകിസ്ഥാൻ. പകരം ആ പാലത്തിനിടയിൽ ഡൈനാമൈറ്റുകൾ നിറയ്ക്കുകയായിരുന്നു. റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്ത ആ കണക്കുകൾ കേട്ടാൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടും. ഒരു മധ്യസ്ഥൻ ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ് പാകിസ്ഥാൻ ചെയ്തത്. പിന്നെ അവരുടെ കാര്യമായും കൊണ്ട് വലിയ അത്ഭുതവും ഇല്ലാതാനും ഏകദേശം 8000 സൈനികരെയാണ് പാകിസ്ഥാൻ സൗദി അറേബ്യയിലേക്ക് അയച്ചത്. ഇത് വെറും ഒരു പരിശീലന സംഘമല്ല. അവിടെ വിന്യസിക്കപ്പെട്ടത് ചൈനീസ് നിർമ്മിതമായ 16JF-17 അണ്ടർ യുദ്ധവിമാനങ്ങളുടെ ഒരു കംപ്ലീറ്റ് സ്ക്വാഡ്രൺ ആണ്. പോരാത്തതിന് 2 സ്ക്വാഡ്രൺ ചാവേർ ഡ്രോണുകൾ. ഇതിനെല്ലാം പുറമെ ആകാശത്ത് നിന്നും വരുന്ന ഏത് ഭീഷണിയെയും തകർക്കാൻ ശേഷിയുള്ള ചൈനീസ് HQ-9 വ്യോമ പ്രതിരോധ സംവിധാനവും പാകിസ്ഥാൻ സൗദിയിൽ എത്തിച്ചതാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണ് ഈ വിന്യാസം? പാകിസ്ഥാൻ പറയുന്നത് ഇത് പ്രതിരോധത്തിനാണ് എന്നാണ്. ഉണ്ണാക്കന്മാരല്ല ഇതൊന്നും കണ്ട് വിശ്വസിക്കാനും കേട്ട് വിശ്വസിക്കാനും. എന്തെങ്കിലും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും പാകിസ്ഥാൻ എപ്പോഴൊക്കെ സൈന്യത്തെ വിദേശത്തേക്ക് അയച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവിടെ വലിയ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ 8000 സൈനികർ സൗദിയിൽ ഇരിക്കുന്നത് ഇറാന്റെ മിസൈലുകളെ ലക്ഷ്യം വെച്ചാണ്. സമാധാന ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഇറാന്റെ നെഞ്ചിന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന പാകിസ്ഥാന്റെ ഈ രീതിയെ എന്ത് പേരിട്ട് വിളിക്കണം? അതാണ് മനസ്സിലാക്കാത്തത്. ഇവിടെയാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ചതി ഒളിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒരു കരാറിൽ ഒപ്പിട്ടു. സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെന്റ്, SMDA എന്നാണ് ഇതിന് പറയുന്നത്. ഈ കരാറിന്റെ മുഴുവൻ നിബന്ധനകളും ഇന്നും അതീവ രഹസ്യമാണ്. എങ്കിലും പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം സൗദി അറേബ്യയ്ക്ക് മേൽ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണവും പാകിസ്ഥാന് മേലുള്ള ആക്രമണമായി കണക്കാക്കും എന്നാണ് ആ കരാറിലുള്ളത്. അതായത് അമേരിക്കയോ ഇസ്രായേലോ ഇറാനെ ആക്രമിക്കുകയും പകരമായി ഇറാൻ സൗദി ഒന്ന് തൊടുകയും ചെയ്താൽ പാകിസ്ഥാൻ ഔദ്യോഗികമായി യുദ്ധത്തിൽ പങ്കുചേരും. ഇതിനെ നമുക്ക് ഇസ്ലാമിക് നാറ്റോ എന്ന് വിളിക്കാം. ഞാൻ മുമ്പ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. തുർക്കിയുടെ സാങ്കേതിക വിദ്യയും സൗദി അറേബ്യയുടെ എണ്ണപ്പണവും പാകിസ്ഥാന്റെ ആണവായുധങ്ങളും സൈനിക ശക്തിയും ചേർന്നൊരു അപകടകരമായ കൂട്ടുകെട്ട്. ഈ കരാർ നിലനിൽക്കുമ്പോൾ പാകിസ്ഥാൻ എങ്ങനെയാണ് ഒരു നിഷ്പക്ഷ മധ്യസ്ഥനാകുന്നത്? ഇത് ലോകത്തെ കബളിപ്പിക്കുകയല്ലേ? നമുക്ക് കുറച്ചുകൂടി ഗൗരവമായ ഒരു വിഷയത്തിലേക്ക് കടക്കാം. പാകിസ്ഥാൻ ഒരു ആണവായുധ രാഷ്ട്രമാണ്. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിൽ പാകിസ്ഥാൻ തകർന്നു നിൽക്കുന്ന സമയമാണ്. അവരുടെ കയ്യിൽ ഒന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ ആണവ രഹസ്യങ്ങൾ അവർ ആർക്കെങ്കിലും വിൽക്കുമോ? റിയാദിന് തങ്ങളുടെ ആണവ പദ്ധതി ലഭ്യമാക്കുമെന്ന് ഇസ്ലാമാബാദ് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചൊരു കാര്യമാണ്. ഇറാൻ ആണവായുധം നിർമ്മിക്കുമെന്ന് ഭയന്ന് ലോകം ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ പാകിസ്ഥാൻ അത് സൗദിക്ക് നൽകാൻ തയ്യാറായി നിൽക്കുന്നു. ഇത് മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയെ പൂർണ്ണമായും തകർക്കും. ഇതെന്ത് നീതിയാണ്?
ചിന്തിച്ചു നോക്കൂ, ഒരു വശത്ത് ഇറാന്റെ ഭീഷണി നേരിടാൻ പാകിസ്ഥാൻ സൈന്യം, സൗദിയിൽ മറുവശത്ത് അമേരിക്കയുടെ പിന്തുണയും. ഇതെങ്ങനെയാണ് ഒത്തുപോകുന്നത്? ഇതിനിടയിൽ പാകിസ്ഥാന്റെ ആണവ സാങ്കേതിക വിദ്യ കൂടി സൗദിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പശ്ചിമേഷ്യ ഒരു വലിയ ചാവേർ ബോംബായി മാറില്ലേ? പാകിസ്ഥാന്റെ ഈ ഇരട്ടത്താപ്പ് കണ്ടു നിൽക്കാൻ ഇറാൻ മടയന്മാരല്ല. ടെഹ്റാൻ ഈ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ പാകിസ്ഥാൻ ഇറാനോട് കാണിച്ച ചില ഉദാരതകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇറാന്റെ വിമാനങ്ങൾ തങ്ങളുടെ അതിർത്തിയിൽ പാർക്ക് ചെയ്യാൻ അനുവദിച്ചത്. എന്നാൽ ഇന്ന് പണത്തിന് വേണ്ടി പാകിസ്ഥാൻ കാലുമാറുകയാണ്. വെറും ഒരു നട്ടെല്ലില്ലാത്ത രാജ്യം എന്ന് തന്നെ പറയാം. ഇറാൻ ഇതിനോടകം തന്നെ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞതാണ്. പാകിസ്ഥാൻ സൈന്യം സൗദിയുടെ പക്ഷം ചേർന്ന് യുദ്ധത്തിന് ഇറങ്ങിയാൽ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ പാകിസ്ഥാനെ ഉള്ളിൽ നിന്നും തന്നെ ആക്രമിക്കും. അവരുടെ അവസ്ഥ അറിയാലോ. ബലൂചിസ്ഥാനിലും മറ്റ് അതിർത്തി മേഖലകളിലൊക്കെ ഇപ്പൊ തന്നെ അസ്ഥിരതയുണ്ട്. പാകിസ്ഥാൻ എടുക്കുന്ന ഈ ഒരു വലിയ റിസ്ക് അവരുടെ രാജ്യത്തിന്റെ തന്നെ അന്ത്യത്തിന് കാരണമായിരിക്കും. മിക്കവാറും ഇങ്ങനെ പോയാൽ ഒരു 10 വർഷം, ആ 10 വർഷം മാക്സിമം അതിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ ഇല്ലാതാകും. എന്തിനാണ് പാകിസ്ഥാൻ ഇത്രയും വലിയ അപകടം ക്ഷണിച്ചു വരുത്തുന്നത്? ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. സാമ്പത്തിക അതിജീവനാണ് പ്രധാനമായിട്ടും. ഒന്നുമില്ല, പാകിസ്ഥാന്റെ ഖജനാവ് ശൂന്യമാണ്. സൗദി അറേബ്യ നൽകുന്ന കോടിക്കണക്കിന് ഡോളറുകളുടെ സഹായം ഇല്ലാതെ അവർക്ക് ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. എന്നിട്ടും അവിടെ ദാരിദ്ര്യം തന്നെയാണ്. അപ്പൊ പിന്നെ അവരിങ്ങനെ സൈന്യത്തെ വാടകയ്ക്ക് നൽകുന്നതിലൂടെ അവർ തങ്ങളുടെ കടബാധ്യതകളൊക്കെ തീർക്കാൻ ശ്രമിക്കുകയാണ്. രണ്ടാമത് അമേരിക്കയുടെ പ്രീതി. ഇറാനുമായി സമാധാന ചർച്ചകൾ നടത്തുന്നു എന്നൊക്കെ കാണിക്കുന്നതാണ്. അതിലൂടെ ശരിക്കും പറഞ്ഞാൽ ലക്ഷ്യം വെക്കുന്നത് ട്രംപിന്റെ നോബൽ സമ്മാനമാണ്. ഈ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടമൊക്കെ എന്ന് പറയില്ലേ, അത് തന്നെയാണ് അവസ്ഥ. അമേരിക്കയുടെ കണ്ണിൽ പാകിസ്ഥാൻ ഒരു ഉത്തരവാദിത്തമുള്ള രാഷ്ട്രമായി മാറാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഉള്ളിൽ അവർ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നെ മൂന്നാമത്, ഇന്ത്യയെ പ്രതിരോധിക്കൽ. പശ്ചിമേഷ്യയിൽ ഒരു ശക്തമായ സഖ്യം രൂപീകരിക്കുന്നതിലൂടെ ഇന്ത്യയുടെ വളരുന്ന സ്വാധീനത്തെ തടയാമെന്നും പാകിസ്ഥാൻ കണക്ക് കൂട്ടുന്നു. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറയില്ലേ, അത്ര തന്നെയുള്ളൂ. എന്തായാലും ഈ 3 ലക്ഷ്യങ്ങൾ ഒരു കത്തിക്കയറിലൂടെയുള്ള നടത്തം പോലെയാണ്. ഏത് നിമിഷവും പാകിസ്ഥാൻ താഴെ വീഴും. സൗദി അറേബ്യയ്ക്ക് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡ്രോൺ ആക്രമണം ഒരു സൂചനയാണ്. ഇറാഖ് അതിർത്തി കടന്നു വന്ന ആ 3 ഡ്രോണുകൾ തടഞ്ഞത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനമാണോ? അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വിദൂരമല്ല. മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി പറഞ്ഞത് സൗദിയുടെ പരമാധികാരം സംരക്ഷിക്കാൻ എന്തും ചെയ്യുമെന്നാണ്. പാകിസ്ഥാൻ ആ പ്രസ്താവനയ്ക്ക് അചഞ്ചലമായ പിന്തുണയും പ്രഖ്യാപിച്ചു. അതായത് സമാധാന ചർച്ചകളൊക്കെ വെറും പ്രഹസനം മാത്രമാണ്. പശ്ചിമേഷ്യയിൽ ഇനിയൊരു വെടിനിർത്തൽ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. അതിന് ഏറ്റവും വലിയ, അതായത് എരുതിയിലേക്ക് മണ്ണെണ്ണ ഊരി ഒഴിക്കുക പറയില്ലേ, അതാണ് പാകിസ്ഥാൻ ചെയ്തതും. അപ്പോൾ അന്തിമമായി നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇത്രയേ ഉള്ളൂ: ഒരു രാജ്യം എങ്ങനെയാണ് ഒരേ സമയം മധ്യസ്ഥനും സൈനിക പങ്കാളിയൊക്കെ ആകുന്നത്? ഇത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ വിശ്വാസ്യതയെ ലോകത്തിന് മുന്നിൽ വീണ്ടും തുറന്നു കാട്ടുകയാണ്. ഒരിക്കലും തങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പാകിസ്ഥാൻ തെളിയിച്ചു കഴിഞ്ഞു. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പാകിസ്ഥാനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും കാണും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.